ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നീ എന്ത് ചെയ്യാ? ഞാനേ ഉറങ്ങാൻ പോവാ. ഏത് മുറിയില്? ഇവിടെ എനിക്കൊരു മുറിയുണ്ട്. അതെനിക്കറിയാം. നീ ആ മുറി തന്നെയാണോ ഉറങ്ങുന്നതെന്നാ ഞാൻ ചോദിച്ചത്. അതെ. എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ നവീന്റെ മുറിയിലായിരിക്കും. എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ എന്തിനാ നവീന്റെ മുറിയിൽ പോകുന്നേ? എനിക്ക് വ്രതമല്ലേ. ഓ, വ്രതമില്ലായിരുന്നെങ്കി നീ അങ്ങോട്ട് പോവായിരുന്നു അല്ലേ? ഗാഥ, എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? നീ എന്റെ മുന്നിൽ പുണ്യവതി ചമയണ്ട. നിന്നെയും നിന്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യ്, ഞാൻ വീഡിയോ കോളിൽ വരാം. അപ്പൊ അറിയാലോ നീ പറയുന്നത് സത്യമാണോ എന്ന്. ഗാഥ, ഞാൻ പറയുന്നത് കേക്കൂ. രാത്രിയാണ്. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഓ, അത് പറഞ്ഞ പിന്നെ ഞാൻ വിളിക്കില്ലല്ലോ. അപ്പൊ നിനക്ക് കാര്യങ്ങൾ എളുപ്പമാണല്ലോ അല്ലേടി? എങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യൂ. കണ്ടില്ലേ, ഞാനിതിവിടെ കിടക്കാൻ തുടങ്ങാം. അങ്ങനെ പറയാനേ എളുപ്പല്ലേ? നീ ആ മുറി മുഴുവനും ഒന്ന് കാണിച്ചേ. കാണിക്കടി. അങ്ങോട്ട് കാണിക്കടി. അങ്ങോട്ട് കാണിക്കാനല്ലേ പറഞ്ഞ? മൂലയിലേക്ക് കാണിക്ക. ഇപ്പൊ വിശ്വാസമായോ ഗാഥയ്ക്ക്? ഇപ്പൊ തൽക്കാലം നിന്റെ മുറിയിൽ ആരുമില്ലെന്ന് ബോധ്യായി എന്ന് കരുതി രാത്രിയിൽ എങ്ങോട്ട് എഴുന്നേറ്റ് പോവണ്ട. പറഞ്ഞത് മനസ്സിലായോ? കിടന്നോ. എന്താ ഗാഥമ്മയുടെ ഇതൊക്കെ? എനിക്ക് അവളെ വിശ്വാസമില്ല. വ്രതത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലേ അവളെ സൂക്ഷിക്കണം. ആ തള്ളയുടെ മോളല്ലേ. അവരുടെ ശീലം ഇവൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിലോ? ഇങ്ങനെ സംശയം വെച്ച് പോയാലത് അപകടോ? അവസാനം ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. എന്ത്? അപ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നേ? അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? മാഡം, നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരിയാ. എന്നെ ഭരിക്കാൻ ശ്രമിക്കണ്ട, കേട്ടല്ലോ?